ഡെപ്പോസിറ്റ്സും ലോൺസിനെയും കുറിച്ചും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഡെപ്പോസിറ്റ്സും ലോൺസിനെ വേറൊരു പേര് പറയും അഡ്വാൻസസ്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഈ ബാങ്കിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ലോൺസ് എന്ന് പറഞ്ഞിട്ട് ബോർഡ് കാണാം, ചിലപ്പോൾ അഡ്വാൻസസ് എന്ന് പറഞ്ഞ് ബോർഡ് കാണാം. പിന്നെ ഇത് കൂടാണ്ട് ക്രെഡിറ്റ് എന്ന് പറയും. ക്രെഡിറ്റ്, ഇത് മൂന്നും ബാങ്കിങ്ങിനെ സംബന്ധിച്ച് ലോൺസ് അത്രയാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഡെപ്പോസിറ്റ്സ്. അപ്പൊ ഡെപ്പോസിറ്റ്സിനെ ഫർദർ ആയിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ്, അതുപോലെ ടേം ഡെപ്പോസിറ്റ്സ്. ഇത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേരിൽ തന്നെ ഉണ്ട്, ഡിമാൻഡ്, ഓൺ ഡിമാൻഡ്. അതായത് ആളുകൾക്ക് എപ്പോ വേണമെങ്കിൽ ആ പൈസ തിരിച്ചെടുക്കാനായിട്ട് പറ്റും. ടേം ഡെപ്പോസിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാലത്തേക്ക് ഇടുന്നതാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ എഫ് ഡി ഒക്കെ നമ്മൾ ഒരു 1 ഇയറിനെയോ അല്ലെങ്കിൽ 2 ഇയർ 3 ഇയറിനെയോ ഒക്കെയാണ് നമ്മൾ നോർമലി ഡെപ്പോസിറ്റ് ചെയ്യുക. ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SB, സേവിങ്സ് ബാങ്ക്. നമ്മൾ നോർമലി ഒരു ബാങ്കിൽ ചെന്ന് അക്കൗണ്ട് തുടങ്ങുന്നതൊക്കെ ഈ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ആവും. SB എന്നാണ് പറയാ, സേവിങ്സ് ബാങ്ക്. ഒരാളുടെ സമ്പാദ്യശീലം വളർത്താനായിട്ടുള്ള ഒരു പ്രൈമറി ഫെസിലിറ്റി ആണ് ഈ ഡെപ്പോസിറ്റ്സിലെ സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ്. നമ്മൾ തുടങ്ങുന്ന ഒരുവിധം എല്ലാ അക്കൗണ്ട്സും നോർമലി ഡൊമസ്റ്റിക് ആയിട്ടുള്ള അക്കൗണ്ട്സ് എല്ലാം സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ആയിരിക്കും. അതിന് കമ്പാരിറ്റീവ്ലി ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറവായിരിക്കും. ഒരു 2.5ഉം 3ഉം 4ഉം ഒക്കെയാണ് ഇപ്പൊ നോർമലി ബാങ്ക്സിലെ SBയുടെ ഇൻട്രസ്റ്റ് റേറ്റുകൾ. ഇനി ഡിമാൻഡ് ഡെപ്പോസിറ്റ്സിൽ ഇത് SB ഒരെണ്ണം, അടുത്തത് കറണ്ട് അക്കൗണ്ട്സ്. നോർമലി ബിസിനസ്സുകാര് അവർക്ക് ഒരുപാട് ക്രെഡിറ്റുകളും ഡെബിറ്റുകളും ഒരു ദിവസം തന്നെ ഉണ്ടാവും. ഒരു കടയിലൊക്കെ ഒരുപാട് ക്രെഡിറ്റ് ഉണ്ടായിരിക്കില്ല. നമ്മൾ ഇപ്പൊ ഒരു ഹോട്ടലിൽ പോയി അവിടെ ഒരു 10-100 പേര് ഇരിക്കുന്നുണ്ടാവും. അവരൊക്കെ വന്ന് അവരുടെ PayTM അല്ലെങ്കിൽ ഗൂഗിൾ പേ ഒക്കെ യൂസ് ചെയ്തിട്ട് അവരുടെ പൈസയൊക്കെ ഈ അക്കൗണ്ടിലേക്ക്, കറണ്ട് അക്കൗണ്ടിലേക്കാണ് അത് മാറ്റുക. നോർമലി സേവിങ്സ് അക്കൗണ്ട് അല്ല ഒരു ബിസിനസ് ആക്ടിവിറ്റിക്ക് തുടങ്ങുക, കറണ്ട് അക്കൗണ്ട് ആണ് തുടങ്ങുക. സേവിങ്സ് ബാങ്കിന് കുറച്ചും കൂടെ ലിമിറ്റേഷൻ ഉണ്ട്. ഒരുപാട് ക്യാഷ് ട്രാൻസാക്ഷനോ അല്ലെങ്കിൽ ഒരുപാട് ട്രാൻസാക്ഷനോ ഒന്നും പാടില്ല. നോർമലി ഇപ്പൊ ഒരു വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ആൾക്ക് ഒരുപാട് ട്രാൻസാക്ഷൻ ഒന്നും വരില്ല. അപ്പൊ അവര് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ആണ് യൂസ് ചെയ്യുക. അതുപോലെ ഇപ്പോൾ ബിസിനസ് ആക്ടിവിറ്റിക്കൊക്കെ കറണ്ട് അക്കൗണ്ട് ആണ് യൂസ് ചെയ്യുക. അപ്പൊ അവർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ട്രാൻസാക്ഷൻ നടത്താം. അവർക്ക് ഒരുപാട് ക്രെഡിറ്റും ഡെബിറ്റും ഒക്കെ ഒരു ദിവസം തന്നെ വരും. അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് 0% ആണ്. കറണ്ട് അക്കൗണ്ടിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് 0% ആണ്. സേവിങ്സ് ബാങ്കിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് 2.5, 3, 4 അങ്ങനെ ഓരോ ബാങ്കിനും ഡിപ്പെൻഡ് ചെയ്ത് അത് മാറിക്കൊണ്ടിരിക്കും. ഇത് രണ്ടുമാണ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ്. ഇനി അടുത്തത് ടേം ഡെപ്പോസിറ്റ്. ടേം ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമ്മുടെ കയ്യിൽ ഇപ്പൊ കുറച്ച് പൈസയുണ്ട്, 1 ലക്ഷം രൂപയുണ്ട്. നമുക്കിതിപ്പോ ആവശ്യമില്ല, നമുക്ക് ഭാവിയിലേക്ക് അതൊരു സുരക്ഷിതമായിട്ട് ഒരു ഡെപ്പോസിറ്റ് ആക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? FD. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് കേട്ടിട്ടുണ്ടാവും. അതാണ് ഈ ടേം ഡെപ്പോസിറ്റിൽ ഒന്നാമത്തെ ആള്. അപ്പൊ നോർമലി ഇപ്പൊ ഒരു പീരീഡിനനുസരിച്ചിട്ട് ഡെപ്പോസിറ്റ് റേറ്റ്സ് മാറിക്കൊണ്ടിരിക്കും. ഒരു 6% to 8.59% വരെയൊക്കെ നോർമലി FD ഡെപ്പോസിറ്റിന് ഇൻട്രസ്റ്റ് ബാങ്കുകൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചിലപ്പോ 6 മാസത്തേക്കായിരിക്കും, ചിലപ്പോ ഒരു 1 ഇയർ ആയിരിക്കും, ചിലപ്പോ 3 ഇയറിനായിരിക്കും. ക്ലിയർ അല്ലേ? അതിനനുസരിച്ച് ഇൻട്രസ്റ്റ് റേറ്റ് മാറിക്കൊണ്ടിരിക്കും. ഡീറ്റെയിൽ ആയിട്ട് ഡെപ്പോസിറ്റിനെ ഒക്കെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതുപോലെ അടുത്തൊരു ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിക്കറിംഗ് ഡെപ്പോസിറ്റ്, RD. റിക്കറിംഗ് ഡെപ്പോസിറ്റ്, RD, റിക്കറിംഗ് ഡെപ്പോസിറ്റ്. ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു ജോലിക്ക് പോവാണ്, എനിക്ക് മാസം ഒരു 10,000 രൂപയാണ് സാലറി എന്ന് വെച്ചോ.
അപ്പൊ ഞാനിങ്ങനെ പ്ലാൻ ചെയ്യാണ്, എനിക്കൊരു 1 കൊല്ലം കഴിയുമ്പോൾ എൻ്റെ കുട്ടിക്ക് ഒരു സൈക്കിൾ വാങ്ങണം. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? 1 കൊല്ലം കഴിയുമ്പോൾ വേണമെങ്കിൽ വാങ്ങാം, കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ വാങ്ങാം, 5000 രൂപ കൊടുത്ത് ഒരു നല്ലൊരു സൈക്കിൾ വാങ്ങും. അതിന് പകരം ഞാൻ അല്ലെങ്കിൽ ഒരു 6000 രൂപയാന്ന് വെച്ചു സൈക്കിൾ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മാസം വരുന്ന സാലറി വെച്ച് അതിലെ ചെറിയൊരു പോർഷൻ സേവ് ചെയ്യും. ഞാൻ എല്ലാ മാസം ഒരു 500 രൂപ വെച്ചിട്ട് സേവ് ചെയ്ത് RDയിലേക്ക് അടയ്ക്കും. അപ്പൊ ആദ്യത്തെ മാസം 500 അടച്ചു, രണ്ടാമത്തെ മാസം 500 അടച്ചു, അങ്ങനെ 12 മാസം അടച്ചു കഴിയുമ്പോൾ എന്തായി? 12 മാസം അടച്ചു കഴിഞ്ഞാൽ 6000 രൂപയായി. അതിന് ബാങ്ക് നോർമലി ഒരു ഈ പറഞ്ഞ റേറ്റിന് അടുത്ത് തന്നെ കൊടുക്കും, ഒരു 6 to 8.5 തന്നെ അതിനും റേറ്റ് കിട്ടാറുണ്ട്. അപ്പൊ അതും കൂടെ ചേർത്ത് ഈ 6000 പ്ലസ് ആ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണോ അതും കൂടെ ബാങ്ക് തിരിച്ച് നമുക്ക് തരും. അതാണ് റിക്കറിംഗ് ഡെപ്പോസിറ്റ്. ഇനി റിക്കറിംഗ് ഡെപ്പോസിറ്റ് തന്നെ നമുക്ക് 2 തരമായിട്ട് ഇടാം. ഒന്ന് ഫിക്സഡ് റിക്കറിംഗ് ഡെപ്പോസിറ്റ്, അതായത് എല്ലാ മാസവും 500 വെച്ചിട്ട് ഇടാം എല്ലാ മാസവും. ഇനി ഇത് കൂടാണ്ട് നമുക്കിപ്പോ വേരി ചെയ്തിടാം, ഫ്ലെക്സിബിൾ RD എന്ന് പറയും, ഫ്ലെക്സിബിൾ റിക്കറിംഗ് ഡെപ്പോസിറ്റ്. ഫ്ലെക്സിബിൾ പേരിൽ തന്നെ ഉണ്ട് എന്താണ് ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ആദ്യത്തെ മാസം നമുക്ക് 500 രൂപ ഇടാൻ പറ്റുള്ളൂ, കുഴപ്പമില്ല. അടുത്ത മാസം നമുക്ക് 1000 രൂപ ഇടാന്ന് വെക്കാം, അപ്പൊ 1000 രൂപ ഇടാം. പിന്നത്തെ മാസം നമുക്ക് ഒരു 600 രൂപ. അപ്പൊ നമ്മുടെ കയ്യിൽ എത്രയാണോ ഉള്ളത് അത്രയും രൂപ എല്ലാ മാസവും റെഗുലർ ആയിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. എത്രയാണോ പൈസ ഇട്ടിരിക്കുന്നത് അതിനനുസരിച്ചിട്ട് 1 ഇയർ കഴിയുമ്പോൾ അതിന് ഇൻട്രസ്റ്റ് കിട്ടും. അതാണ് ഫ്ലെക്സിബിൾ RD. അപ്പൊ ഒന്നുകൂടെ പറയാം, ടേം ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സഡ് ഡെപ്പോസിറ്റ്, ഒരു ഫിക്സഡ് കാലാവധിക്ക് ഒരേ എമൗണ്ട്, ഇപ്പോൾ 1 lakh rupees, അത് നമ്മൾ ആദ്യം ഇട്ടു, അത് നമ്മൾ 1 ഇയർ കഴിഞ്ഞിട്ട് എടുക്കുള്ളൂ, അല്ലെങ്കിൽ 2 ഇയർ ഫിക്സഡ് എമൗണ്ട്, ഒരു എമൗണ്ട് ആദ്യം തന്നെ ഇട്ടു. പിന്നെ റിക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RD, നമ്മുടെ കയ്യിലുള്ള ഒരു ചെറിയ സമ്പാദ്യം എല്ലാ മാസവും ഒരേ എമൗണ്ട് വെച്ചിടാം, അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ RD പല പല എമൗണ്ടുകളായിട്ട് എല്ലാ മാസവും ഒരു തുക ഇടാം. അതിന് 1 ഇയറിന് ശേഷം ഒരു ഇൻട്രസ്റ്റും കൂടെ കൂടി നമുക്ക് കിട്ടും. അതാണ് ഫ്ലെക്സിബിൾ RD.